ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ കത്തിയാൽ കുത്തപ്പെട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. മരണത്തിനോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ വിക്രം അലറി വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വേദയുടെ അരികിൽ ഇരിക്കുകയാണ് കേട്ടോ. ആ എപ്പിസോഡ് അറിയാനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് എപ്പിസോഡ് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വേദയാണെങ്കിൽ കളക്ടറൊക്കെയാണ്. കളക്ടറായിട്ട് നല്ലൊരവസ്ഥയിൽ നല്ല രീതിയിൽ ജീവിക്കുകയാണ് കേട്ടോ. ഈ സമയം വിക്രമാണെങ്കിൽ നീണ്ട ഒരു ജയിൽവാസത്തിന് ശേഷം വേദയും വിക്രമും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ വിക്രമുണ്ടല്ലോ മറ്റൊരു പെൺകുട്ടിയെ, ഒരു സാമ്പത്തികമായിട്ടൊക്കെ വളരെ താഴ്ന്ന നിലയിൽ നല്ല പഠിക്കുന്ന പെൺകുട്ടിയാണ്. എന്നാൽ പഠിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു സുഖമില്ലാത്ത അച്ഛൻ മാത്രമാണ് ആ പെൺകുട്ടിക്കുള്ളത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ വിക്രം തന്നെ ഏറ്റെടുത്ത് അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്, വിക്രമും വിക്രമിന്റെ ഫ്രണ്ട്സും കൂടി. അങ്ങനെ ആ പെൺകുട്ടിയെ പഠിപ്പിച്ച് ആ പെൺകുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊടുത്ത് ആ പെൺകുട്ടിയെ നല്ലൊരു വക്കീലാക്കി മാറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം. എന്നാൽ ഈ സമയമെല്ലാം പെൺകുട്ടിയുടെ മനസ്സിൽ വിക്രമിനോട് മറ്റൊരു രീതിയിൽ നമ്മുടെ രാധയ്ക്കുണ്ടായിരുന്നല്ലോ, അതിലും ഒരു ഭയങ്കരമായിട്ട് വിക്രമിനെ സ്നേഹിക്കുകയാണ്. എന്നാൽ വിക്രമാണെങ്കിൽ നമ്മുടെ വേദയല്ലാതെ വിക്രമിന്റെ മനസ്സിൽ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇടവില്ല. വേദ അത് എത്രത്തോളം അകന്നിരിക്കുകയാണെങ്കിലും ആരെയും തനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിക്രം. അങ്ങനെ വിക്രമിനെയും വേദയും ഇനിയും തമ്മിൽ എപ്പോഴെങ്കിലും അടുത്തു പോകുമോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ ഇവളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കൺമണി എന്നാണ് നമ്മുടെ വിക്രം പഠിപ്പിച്ച ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ ഈ കൺമണിക്ക് കുറേ വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി തന്നെ ആ വിവാഹങ്ങളെല്ലാം മുടക്കി വിടുകയാണ്. എന്നിട്ട് വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, വിക്രം എനിക്കിപ്പോ വിവാഹം ഒന്നും നടക്കാത്തത് നിന്നെയും എന്നെയും കൂട്ടി നാട്ടുകാര് പലതും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോ നീ എന്നെ വിവാഹം കഴിക്കണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴും വിക്രം പറയുന്നുണ്ട്, ഇല്ല കൺമണി, എനിക്ക് നിന്നെ അങ്ങനെ ഒരിക്കലും കാണാൻ കഴിയില്ല. നീ എന്തായി പറയുന്നത്? നീ പഠിച്ച നല്ല പെൺകുട്ടിയല്ലേ, നിനക്ക് നല്ലൊരു കല്യാണം വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ആ പെൺകുട്ടി അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വിക്രം പരമാവധി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മുടെ വേദ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു വൈരാഗ്യം ആ പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നുകയാണ്. ഏതു വിധത്തിലും വിക്രമിനെ സ്വന്തമാക്കണമെന്ന് ആ പെൺകുട്ടി ഇങ്ങനെ കരുതിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സമയമാണെങ്കിൽ വേദയ്ക്കൊരു മകളുണ്ട്. എന്നാൽ അത് വിക്രമിന്റെ മകളാണെന്ന് വിക്രം തിരിച്ചറിയുന്നേ ഇല്ല. പല സ്ഥലങ്ങളിൽ വെച്ച് വിക്രം ആ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ വല്ലാത്ത ഒരു ബന്ധം ഉണ്ടാവുകയാണ്. എങ്ങനെയൊക്കെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി രണ്ടുപേർക്കും പരസ്പരം കാണാതിരിക്കാനേ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തുകയാണ്. പല സമയത്തും അവർ പിന്നീട് പാർക്കിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്ന സമയത്തും പുറത്തു പോയി കഴിക്കുന്ന സമയത്തും ഒക്കെ ഇവര് കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദ കളക്ടർ ആയതിനെ തന്നെ വേദയ്ക്ക് കുഞ്ഞുമായിട്ട് ഒരുപാട് സമയമൊന്നും ചെലവഴിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ വേദയുടെ സഹോദരന്റെ ഭാര്യയാണ് കുഞ്ഞിനെ നോക്കുന്നതും വളർത്തുന്നതും ഒക്കെ. എന്നാൽ അത് വിക്രമാണെന്നും വിക്രമിന്റെ കുഞ്ഞാണെന്നും ഒക്കെ ആ ആന്റിക്ക് അറിയാം. അങ്ങനെ നമ്മുടെ വേദയുടെ സഹോദരന്റെ ഭാര്യ അവരെ തമ്മിൽ അടുക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും വേദയും വിക്രമും ഒന്നിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ആ പെൺകുട്ടിയായിട്ട് വേദ അറിയാതെ തന്നെ വിക്രം പല സ്ഥലത്തും, എന്നാൽ വേദയുടെ മകളാണെന്നോ തൻ്റെ മകളാണെന്നോ അറിയുന്നേ ഇല്ല. അങ്ങനെ വേദയായിട്ട് ഈ കുഞ്ഞിനെ കണ്ടുമുട്ടുന്നേ ഇല്ല. അങ്ങനെ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ കൺമണി വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വിക്രവും ആ കുഞ്ഞും തമ്മിൽ അടുക്കുന്നത് അമ്മുക്കുട്ടി എന്ന് പറയാം നമുക്ക്. അമ്മുക്കുട്ടിയായിട്ട് അടുക്കുന്നത് ആ പെൺകുട്ടി പല സമയവും കണ്ടിരുന്നു. അപ്പൊ എങ്ങനെയും ആ കുഞ്ഞിനെയും നമ്മുടെ വേദിയും വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് മാറുകയാണ് കേട്ടോ. അങ്ങനെ പല രീതിയിലും പലരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇതൊന്നും വിജയിക്കാതെ വരികയാണ് കേട്ടോ. അങ്ങനെ ആ കൺമണി തന്നെ നേരിട്ട് ചെന്ന് വേദയുടെ വീട്ടില് അതിക്രമിച്ച് കയറിയിട്ട് ആരും ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിനെ കൊല്ലുമെന്നും ഭയപ്പെടുത്തി അങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന സമയത്ത് വേദയ്ക്കിട്ട് തന്നെ കുത്തുകൊള്ളുകയാണ്. അത് ഒന്നിലധികം തവണ കുത്തുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ വേദ ഹോസ്പിറ്റലിലാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രീജ ഒരുപാട് തവണ വേദയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വിക്രമും വേദയും പിരിയാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു കൊലക്കേസില്
നമ്മുടെ വിക്രം അകത്തു പോവുകയാണ്. എന്നാൽ നമ്മുടെ ശങ്കരനാരായണനുണ്ടല്ലോ, വേദയുടെ അച്ഛൻ, വാദിച്ച് അത് വിക്രമല്ല അത് ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും വിക്രം അത് സ്വയം ഞാനാണ് ചെയ്തതെന്ന് ഏറ്റെടുത്താണ് ജയിലിൽ പോകുന്നത്. എന്നാൽ ആ കൊലപാതകം നമ്മുടെ ശ്രീജയ്ക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു. അത് ശ്രീജ ഒരുപാട് തവണ ഏറ്റുപറയാൻ നമ്മുടെ വേദയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴെല്ലാം വിക്രം അതിനെ തടയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്തെങ്കിലും വേദയുടെ അവസാന നിമിഷത്തിലെങ്കിലും താൻ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ദൈവം പുറത്തു തരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ നേരിട്ട് വേദയുടെ അടുത്ത് എന്നിട്ട് വേദ ഇങ്ങനെ കണ്ണു മാത്രം തുറന്ന് കിടക്കുകയാണ് കേട്ടോ, സംസാരിക്കാനൊന്നും കഴിയാതെ. അങ്ങനെ വേദയുടെ കാല് പിടിച്ചു പോയിരുന്ന് കരഞ്ഞ് ശ്രീജ കാര്യങ്ങളൊക്കെ പറയാണ്. വിക്രം നിരപരാധിയാണ്, ഞാൻ ചെയ്തതാണ്, അതെല്ലാം എന്നെ ഓർത്തിട്ടാണ് വിക്രം അതെല്ലാം ഏറ്റെടുത്ത് ചെയ്തത്, നിങ്ങളുടെ ജീവിതം നശിക്കാൻ കാരണക്കാരി ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ വേദയ്ക്ക് കേൾക്കുന്നുണ്ടെങ്കിലും വേദയ്ക്ക് റെസ്പോണ്ട് ചെയ്യാനേ കഴിയുന്നില്ല. അങ്ങനെ വിക്രം വന്നിരുന്നിട്ട് നമ്മുടെ അലറി വിളിച്ച് കരയാണ്. വേദ, കണ്ണു തുറക്ക് വേദ, നീ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ കരയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒക്കെ വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, വിക്രം നിങ്ങൾ വിഷമിക്കണ്ട, ഇതൊരു ഗുഡ് സിഗ്നൽ ആണ്. എന്തായാലും വേദിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. എന്തായാലും നമുക്കൊരു 24 മണിക്കൂറും കൂടി ഒബ്സർവേഷനിൽ നോക്കാം, നല്ല റിസൾട്ട് ഉണ്ടാവും, ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ വിക്രമാണെങ്കിൽ ഊണും ഉറക്കം ഒന്നും ഇല്ലാതെ നമ്മുടെ വേദയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഐസിയുലാണ്. വിക്രമിനെ കാണാനായിട്ട് കുഞ്ഞിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. വേദയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആ സമയം എന്നാലും തീർത്തൊന്നും പറയാറായിട്ടില്ല. നല്ല ഗുരുതരാവസ്ഥയിലാണ് വേദയുള്ളത്. അപ്പോഴേക്കും കുഞ്ഞുമായിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ വേദയുടെ കുട്ടിയാണ് എന്നറിയുന്നുണ്ടെങ്കിലും വേദ ഒരിക്കലും അത് ആ കുട്ടിയോട് വിക്രമാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് പറയരുതെന്ന് വിക്രമിനെ കൊണ്ട് സത്യം ഇടിയിപ്പിച്ചിരുന്നു. അങ്ങനെ വിക്രം തൻ്റെ മകളാണെങ്കിലും ആ കുട്ടി ഇതുവരെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല വിക്രമനെ. അങ്ങനെ കുട്ടിയും കൂട്ടി വന്നിരുന്നിട്ട് വേദയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ടെങ്കിലും വേദയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം, ഞാനാണ് ഒരുപാട് തെറ്റ് ചെയ്തത്, ഞാൻ നിന്നെ മനസ്സിലാക്കാതെ പോയി, നിന്റെ കുഞ്ഞിനെ ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോളെ, നീ എപ്പോഴും ചോദിക്കാറില്ലേ നിനക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതുന്ന ഒരു സ്വപ്നം, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിന്റെ അച്ഛനെ കാണാനല്ലേ, അത് ഈ ഇരിക്കുന്ന വിക്രമാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനോട് വിക്രമിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമാണെങ്കിൽ പൊട്ടിക്കരയാണ്. കുഞ്ഞും വിക്രമിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞ് വിക്രമിൻ്റെയും കൈകളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വിക്രമും വേദയും പോകുന്നുണ്ട്. എന്നാൽ വേദയുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ലല്ലോ. വിക്രം, ഇനി ഞാനില്ലെങ്കിലും നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് വിക്രമാണെങ്കിൽ വേദയുടെ വായിങ്ങനെ പൊത്തുകയാണ് കേട്ടോ. അങ്ങനെയൊന്നും പറയില്ല വേദ, നീ തിരിച്ചു വരും, നമ്മുടെ മോടെ കൂടെ നമുക്കിനി ഒരുപാട് നാള് സന്തോഷമായിട്ട് ജീവിക്കണം, നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേനും ആ കുട്ടിയും പറയുന്നുണ്ട്, അതെ അമ്മേ, അങ്ങനെ പറയില്ല അമ്മേ, അമ്മയ്ക്ക് ദൈവം ഒന്നും വരുത്തില്ല, ദൈവത്തിനോട് ഞാൻ ഇപ്പോഴും കൂടി പറഞ്ഞിട്ടാ വന്നത്, എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയും ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.